ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് മൈസൂർ മസാല ദോശ ഉണ്ടാക്കിയാലോ. ആദ്യം തന്നെ നമുക്കിതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു സവാള, ഹാഫ് ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്ത്, ഒരു തക്കാളി, 5-6 കാഷ്യൂ നട്ട്സ്, ഹാഫ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത്, പിന്നെ ടൊമാറ്റോ ചട്നി, പിന്നെ 2 ഉരുളക്കിഴങ്ങ്, പച്ചമുളക് അരിഞ്ഞത്, കറിവേപ്പില. ഇനി നമുക്ക് ടൊമാറ്റോ ചട്നി എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു പാൻ വെച്ചതിന് ശേഷം ഓയിൽ ഒഴിച്ചതിന് ശേഷം ഓയിൽ ഹീറ്റായതിന് ശേഷം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കുക. അത് നല്ലോണം ഫ്രൈ ആയതിനു ശേഷം ടൊമാറ്റോ അരച്ചത്, സാധാരണ മിക്സിയിൽ അരച്ചാൽ മതി, ആ അരച്ചത് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കുക. ഏകദേശം ഫ്രൈ ആയതിനു ശേഷം നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ് ഇട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. ലേശം കായപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ടൊമാറ്റോ ചട്നി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ദോശയ്ക്കുള്ള മസാല റെഡിയാക്കാം. ആദ്യം ഇത്തിരി എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായതിന് ശേഷം കടുക് വറുക്കുക. കടുക് വറുത്തതിന് ശേഷം 1 സ്പൂൺ ഉഴുന്നുപരിപ്പ്, പിന്നെ 1/4 ടീസ്പൂൺ ഉലുവ, മഞ്ഞൾപ്പൊടിയും കായും ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ സവാള, പച്ചമുളകും കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് നല്ലോണം ഫ്രൈ ചെയ്യുക. പാകത്തിന് ഉപ്പ് ആഡ് ചെയ്യുക. സവാള നല്ലോണം ഫ്രൈ ആയി വരാൻ. അത് കഴിഞ്ഞ് സവാള കുറച്ച് ഫ്രൈ ആയതിനു ശേഷം നമ്മൾ കാഷ്യൂ നട്ട്സ് ആഡ് ചെയ്ത് ലൈറ്റ് ഫ്രൈ ചെയ്തെടുക്കുക. അത് ഏകദേശം ഫ്രൈ ആയതിനു ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച ക്യാരറ്റും ബീട്രൂട്ടും തക്കാളിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ വേവിച്ച് ചെയ്ത് പൊട്ടറ്റോ പൊടിച്ച് ആഡ് ചെയ്യുക. നല്ലോണം ഇളക്കി കൊടുക്കുക. ആദ്യം നമ്മൾ ഉപ്പ് ചേർത്തായിരുന്നു, അത് ടേസ്റ്റിനനുസരിച്ച് രണ്ടാമത് വേണമെങ്കിൽ മാത്രം ഉപ്പ് ചേർക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കതൊന്ന് വേവാനായിട്ട് വെയിറ്റ് ചെയ്യാം. ആ വെള്ളം ഒന്ന് ആറണ വരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ മസാല ദോശയ്ക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ദോശ ഉണ്ടാക്കാം. ആദ്യം തന്നെ നമ്മുടെ മാവ്, കഴിഞ്ഞ വീഡിയോയിൽ മാവ് അരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ മാവ് അരയ്ക്കണ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോ എടുത്ത് കാണുക. ഇതിപ്പോൾ ഞാനിവിടെ നൈസ് ദോശ എടുത്തിരിക്കുന്നത്. നമ്മൾ മസാല ദോശയാണല്ലോ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് നൈസ് ദോശ എടുത്തിരിക്കുന്നത്. നൈസ് ദോശ നല്ലോണം നൈസാക്കി എടുക്കുക. ആ പാകത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കുക.
ദോശ ഫ്രൈ ആയതിനു ശേഷം നമ്മുടെ ടൊമാറ്റോ ചട്നിയും ആഡ് ചെയ്തതിന് ശേഷം നമ്മുടെ മസാല റെഡിയാക്കിയത് ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ മാവ് അരച്ചതിൻ്റെ വീഡിയോയും ചട്നിയുടെ വീഡിയോയും ഞാൻ കഴിഞ്ഞ വീഡിയോകളിൽ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, എല്ലാവരും എടുത്ത് കാണണം. ദോശ 2 സൈഡും റോസ്റ്റായതിനു ശേഷം മാത്രമേ തക്കാളി ചട്നി തേച്ച് കൊടുക്കാവുള്ളൂ. അങ്ങനെ നമ്മുടെ യമ്മി മൈസൂർ മസാല ദോശ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.